ഈ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിനെ കർത്താവിന് സന്തോഷത്തോടെ മൊത്തം കൊടുത്താട്ടെ. ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. ദൈവസാന്നിധ്യം അതുപോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റി. അമ്മേ, അത് ദൈവസാന്നിധ്യം, തിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും, വണ്ടിയെ വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളം കൊണ്ട് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറയുകയാണ്. അതുപോലെ ദൈവമഹത്വം ഈ ചർച്ചിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കാൻ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കെ രജിതയോർത്ത് ഞാൻ സ്തുതിക്കുന്നു, വന്ദനത്തെ ചൊല്ലുന്നു. മറ്റ് അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ലീഡേഴ്സ്, സഭാ വിശ്വാസികൾ, എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിൽ ഞാൻ വന്ദനത്തെ ഞാൻ ചൊല്ലുന്നു പ്രാരംഭഘട്ടത്തിൽ തന്നെ. അമ്മേ, എനിക്ക് മുമ്പായ വചനം സംസാരിച്ച എൻ്റെ സഹോദരനെ ഓർത്ത് എനിക്ക് സന്തോഷമാണ്. ഈ ഭയങ്കര സന്തോഷവും ഭയങ്കര എൻ്റെ ഉള്ളം കൊണ്ട് കാണിച്ച് എൻ്റെ കണ്ണ് നിറയുന്ന രീതിയിൽ ദൈവം ഇന്ന് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് തന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവർ കാര്യങ്ങളെ ഓർത്ത് കഥ തോന്നട്ടെ. അമ്മേ, ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കാര്യം പരിശുദ്ധാത്മാവ് ഇത്ര മാത്രം സെൻസിറ്റീവായിട്ട് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ് ഇന്ന് എനിക്ക് ഇത്രയും ബോധ്യം വന്നത്. എൻ്റെ ഉള്ളത്തിൽ തന്നത് മുഴുവനും കർത്താവ് എൻ്റെ സഹോദരനോട് കർത്താവ് സംസാരിച്ചതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേ, എത്രയൊക്കെ സന്തോഷമുണ്ട്. ആമേ, ഇന്നത്തെ വചനം മുഴുവനും പ്രൊഫറ്റിക്കൽ വേർഡായിരുന്നു. പ്രോഫറ്റ് ആയതുകൊണ്ട് പ്രൊഫറ്റിക്കൽ വേർഡ് മുഴുവനും വന്നത് ഞാനത് സന്തോഷിക്കുന്നു. ആമേ, കർത്താവ് എന്നോട് ഇടപെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് വളരെ കുറച്ച് സമയം അത് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ അതരത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തന്നത് മുഴുവനും അതിനകത്തൊരു 30% ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ആത്മാർത്ഥമായ കർത്താവിൽ സന്തോഷമുണ്ട്? എത്ര തൃപ്തിയാകുന്നുണ്ട് കർത്താവിൽ? അവൻ്റെ പ്രസൻസിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മൾ കൊണ്ടു നടക്കുന്ന ദൈവ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ പ്രസൻസിനായി സ്തോത്രം ചെയ്താട്ടെ. അമേൻ. കുറച്ച് മുമ്പ് നമ്മൾ കേട്ട വചനം പോലെ അവൻ്റെ സാന്നിധ്യവും അവൻ്റെ മഹത്വവും, അമേ, ഇത് കൊതിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഹൃദയം തുറന്ന് എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ആത്മാവിൽ മഹത്വം കൊടുത്തു. അമ്മ, ഈ പ്രാരംഭഘട്ടത്തിൽ ഇറങ്ങി നിന്ന സാന്നിധ്യം കൊണ്ടു നടക്കാൻ ചങ്കൂറ്റമുള്ള, കൊണ്ടു നടക്കാൻ ആഗ്രഹമുള്ള, കൊണ്ടു നടക്കാൻ ആർത്തിയുള്ള ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ സാന്നിധ്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല. ഞാനത് പറയുന്നു, പ്രസൻസിനേക്കാൾ വലുതായി ഒന്നുമില്ല. അവന്റെ സാന്നിധ്യം നീ കൊതിക്കാൻ തയ്യാറാണെങ്കിൽ, അവന്റെ പ്രസൻസ് നീ ആഗ്രഹിക്കാൻ തയ്യാറാണെങ്കിൽ, നീ നനയ്ക്കാത്ത, ചിന്തിക്കാത്ത മുഴുവനും നന്മകളായിക്കോട്ടെ, അടഞ്ഞ ഡോറുകളായിക്കോട്ടെ, എല്ലാം തുറന്നു വരും. ആക്യുറേറ്റായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിച്ചൊരു വാക്കാണ് ഉറവകൾ തുറക്കും. അത് ആക്യുറേറ്റ് ദൂതാ. കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൂത്, ഞാൻ എടുത്തുകൊണ്ട് വന്ന ദൂതാണ് ഇന്ന് പ്രസംഗിച്ചത്. അടഞ്ഞ ഉറവകൾ തുറക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടഞ്ഞ ഉറവകൾ തുറന്നു വരും. എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ഉറവ ഇന്ന് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. എൻ്റെ ഉറവകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആത്മാവിൽ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, അവന്റെ പ്രസൻസിൽ, അവന്റെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, അന്യഭാഷകളിൽ ഈ പ്രാരംഭഘട്ടത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ഈ ആത്മാവിലുള്ള ആരാധന ഇന്ന് പകലിന്റെ ദൈവം കൊതിക്കുന്നതാ. നിന്റെ ഈ ആത്മാവിലുള്ള ആരാധന എന്റെ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നതാ. നിന്റെ ഈ അകത്തുനിന്നുള്ള ആരാധന നീ പ്രാർത്ഥിച്ചോ. നിന്റെ ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല ദൈവം കൊതിക്കുന്നത്, ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന മുഴങ്ങുമ്പോൾ ഇന്ന് പകല് ഈ പ്രാരംഭഘട്ടത്തിൽ ഞാൻ വിളിച്ചു പറയാ, അവന്റെ മഹത്വത്തിൽ നീ കൊതിക്കാൻ തയ്യാറായാൽ, അവന്റെ സാന്നിധ്യത്തിൽ നീ കൊതിക്കാൻ തയ്യാറായാൽ, ഏതൊക്കെ അടഞ്ഞിരിക്കുന്ന വഴികൾ, അടഞ്ഞിരിക്കുന്ന ഉറവകൾ ഇന്ന് പകൽ തുറക്കുമെന്ന് ഞാനിന്ന് പ്രാരംഭഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞാൽ, ശക്തിയോടെ ഈ ദൂതിനോട് പ്രതികരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പ്രവചനമല്ല വലുത്, പ്രൊഫസി അല്ല വലുത്, നമ്മുടെ പ്രസൻസ് ഏറ്റവും വലുത്.
അവന്റെ മഹത്വം ഏറ്റവും വലുത്. യെസ്, അവന്റെ സാന്നിധ്യം ഏറ്റവും വലുത്. യെസ്, കേവലം ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വരില്ല. അവനെ അനുഭവിക്കാൻ അനുഭവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. അവനെ പ്രസംഗിക്കുന്നതിനപ്പുറമായിട്ട് അവനെ അനുഭവിക്കുന്ന തലമുറ ഉണ്ടെങ്കിലേ ഉള്ളൂ അവനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. നീ അവനെ അനുഭവിക്കും തോറും അവൻ നിന്റെ അകത്തുനിന്ന് വെളിപ്പെടാൻ പോകുക. നീ എത്രമാത്രം നീ അവനെ അനുഭവിക്കുന്നോ അത്രത്തോളം അവൻ നിന്നെ വെളിപ്പെടാൻ ആഗ്രഹിക്കുക. വാതിലുകൾ അടഞ്ഞോട്ടെ, സാരമില്ല. തുറക്കാത്ത വാതിലുകൾ ഉണ്ടായിരിക്കാം ഇവിടെ ഇരിക്കുന്നവർക്ക്. ഞാൻ പറയാം, അടഞ്ഞ വാതിൽ അടഞ്ഞു കിടന്നോട്ടെ. അടഞ്ഞു തന്നെ തുറക്കണ്ട. നീ പ്രാർത്ഥിച്ച് നീ അടഞ്ഞിനെ നോക്കി നീ മഹത്വം കൊടുക്കുക കർത്താവിന്. അമ്മേ, ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, മഹത്വം കൊടുക്ക്. പ്രശ്നങ്ങളുണ്ടോ? കുഴപ്പമില്ല, അവനെ സ്തുതിക്ക്. ഞാൻ പറയാം, ഏറ്റവും വലിയ ശക്തമേറിയ പ്രാർത്ഥന എന്താ അറിയോ? സ്തുതിയുടെ പ്രാർത്ഥനയാ. ഞാൻ പറയാ, ഏറ്റവും വലിയ ശക്തമേറിയ പ്രാർത്ഥന സ്തുതിയുടെ പ്രാർത്ഥനയാ. പ്രശ്നം വരുമ്പോ കരയാൻ പറ്റും, പ്രശ്നം വരുമ്പോ പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റും. പക്ഷെ പ്രശ്നം വരുമ്പോ സ്തുതിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റാൽ അതിൽ നീ അകത്ത് ദൈവത്തിൽ നീ അത്ഭുതം വെളിപ്പെട്ട് വരികയല്ലേ ചെയ്യോ. ഈ ജനറേഷൻ സ്തുതിക്കുന്ന ജനറേഷനാണ്. ഈ ജനറേഷൻ കരയുന്ന ജനറേഷൻ അല്ല. അടഞ്ഞ വാതിലിനെ നോക്കി കരയുന്നതല്ല, അടഞ്ഞ വാതിലിനെ നോക്കി പ്രാർത്ഥിക്കുന്ന ജനറേഷൻ അല്ല. അടഞ്ഞ വാതിലിനെ നോക്കി സ്തുതിക്കുന്ന ഒരു ജനറേഷൻ, അടഞ്ഞ വാതിലിലേക്ക് മഹത്വം കൊടുക്കുന്ന ജനറേഷൻ, അടഞ്ഞ വാതിലിനെ നോക്കി ചിരിക്കുന്ന ജനറേഷൻ. അടഞ്ഞ വാതിലിനെ നോക്കി നീ ചിരിച്ചാൽ, നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ചിരിക്കകത്ത് അവന്റെ മഹത്വം വെളിപ്പെടും. എത്ര പേര് കൊതിക്കുന്നുണ്ട് അവന്റെ പ്രസൻസ്? സാന്നിധ്യം നഷ്ടപ്പെടുത്തി, ഞാൻ അനുഭവിക്കുന്ന സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരെയും നഷ്ടപ്പെടുത്തി ഞാൻ ഉടക്കം ഉണ്ടാക്കിയിട്ടുള്ളവനാണ്. ഞാൻ ദേഷ്യം വരും, എനിക്ക് സ്പിരിച്വൽ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ടുമുണ്ട്. അവൻ്റെ പ്രസൻസ് ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ ആര് വന്നാലും ഞാൻ ആത്മാവിൽ ദേഷ്യപ്പെടും. ജഡത്തിലും ദേഷ്യപ്പെടാൻ പറ്റും, ആത്മാവിലും ദേഷ്യപ്പെടാൻ പറ്റും. കാര്യം പുറമെ ഒരു മനുഷ്യനെ പോലെ തന്നെ അകമേ ഒരു മനുഷ്യനുണ്ട്. ഹലോ, അവന് ഇതേപോലെ ലിറ്ററലി എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എല്ലാ ഇമോഷനും ഉള്ള അകമേ ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രസൻസിനെ ക്യാരി ചെയ്യണം. നീ റാസാക്കാൽ അത് ക്യാരി ചെയ്യണം, അവൻ്റെ സാന്നിധ്യം ക്യാരി ചെയ്യണം. ഞാൻ പറയുക, എൻ്റെ വൈഫ് കൺസീവാ. ഞാൻ പറയുക, അവൾ 6 മാസം കൺസീവാ. അവൾ എത്രമാത്രം സൂക്ഷ്മതയോടെ നടക്കുകയും പോവുകയും ചെയ്യുന്നത്. ഞാൻ അവളോട് പറയുന്നുണ്ട്, നീ ഇപ്പം നടക്കുന്ന ഈ പഴയ പോലെ ഓട്ടമില്ല, പഴയ പോലെ ഒരു പരിപാടിയും എന്നെ ചിന്തിക്കാതൊന്നും ചെയ്തില്ല. ഇപ്പം എപ്പോഴും ഒരു ചിന്ത തന്നെ അറിയോ, എൻ്റെ അകത്ത് എന്തോ ഉണ്ട്, എൻ്റെ അകത്തൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ ചിന്തയാണ് അവളെ നടക്കാനും അവളെ ശ്രദ്ധയോടെ നയിക്കാനും അവളെ അതിലോട്ട് ഉദ്ദേശിപ്പിക്കുന്നത്. നീ ഞാൻ പറയുക, നിന്റെ അകത്ത് അവൻ്റെ പ്രസൻസിനെ നീ അതുപോലെ ക്യാരി ചെയ്താൽ, ഈ പ്രസൻസ് എവിടെ കൊണ്ട് കളയാതെ, എൻ്റെ മഹത്വം എവിടെ, അവൻ്റെ മഹത്വം ഞാൻ ചുമക്കുന്നതാ, അത് എവിടെ കൊണ്ട് ഈ നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല. അതിനെ നാവ് കൊണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല, എൻ്റെ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല, എൻ്റെ ചിന്ത കൊണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല, എൻ്റെ വിചാരങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല. അങ്ങനെ നീ ക്യാരി ചെയ്യുന്നൊരു തലമുറ. ക്യാരി ചെയ്യണം. ഈ ആരാധന ആലയം കഴിഞ്ഞ്, ഈ പ്രാർത്ഥന കഴിഞ്ഞു, ഇതെല്ലാം മാറി പെട്ടെന്ന് പഴയ ഇതിലോട്ട് പോകുന്ന നിലവാരമല്ല. അവൻ്റെ മഹത്വം ക്യാരി ചെയ്യണം. ഞാൻ തന്നെയല്ല നടക്കുന്നത്, എൻ്റെ കൂടെ യേശു ഉണ്ട്. ഞാൻ തന്നെയല്ല നടക്കുന്നത്, എൻ്റെ കൂടെ യേശു ഉണ്ട്. അവൻ എൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. ഞാനും അവന് ഒരുമിച്ചാണ് വോക്ക് ചെയ്യുന്നത്. എത്ര പേര് ഇത് മനസ്സിലാകുന്നുണ്ട്? ഇത് നീ കർത്താവുമായിട്ട് വോക്ക് ചെയ്യുന്നുള്ള വിചാരം വരുമ്പോൾ നിനക്ക് തോന്നി പോലെ നടക്കാൻ കഴിയത്തില്ല. കർത്താവുമായിട്ട് നീ നടക്കുന്നെന്ന് നീ വിചാരിക്കുമ്പോൾ നിനക്ക് തോന്നി പോലെ സംസാരിക്കാൻ കഴിയത്തില്ല. നീ കർത്താവുമായിട്ട് നടക്കുന്നുള്ള വിചാരം വരുമ്പോൾ നിനക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാൻ കഴിയത്തില്ല. നീ ഒരു സെപ്പറേഷനായിട്ട് മാറി നിൽക്കും.
എനിക്കറിയത്തില്ല, ഞാൻ കൊണ്ടുവന്ന വചനമുണ്ട്, അത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചാൽ ഞാൻ കയറും. പക്ഷെ അവൻ്റെ സാന്നിധ്യം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയോ. യെസ് യെസ് യെസ്. പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുമായിട്ട് ഇതിനകത്ത് വന്നവരുണ്ട്. ഞാൻ പറയാം, അത് സെക്കൻഡറി വെക്കാൻ നീ തയ്യാറാണെങ്കിൽ, അവൻ്റെ പ്രസൻസിന് നീ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയാം, നീ ചിന്തിക്കാത്ത ഡെലിവറൻസ് നിന്റെ ലൈഫ് വെളിപ്പെടും. ഇത് വെളിപ്പെടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചവൻ്റെ മഹത്വത്തെ നിങ്ങൾ ആരാധിക്കരുത്. സാന്നിധ്യം എനിക്ക് വേണം, എൻ്റെ വഴികൾ തുറക്കണം, സാന്നിധ്യം എനിക്ക് വേണം, എനിക്ക് വിടുതൽ വേണം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് അവൻ്റെ പ്രസൻസ് മാത്രം ആഗ്രഹിക്കുന്ന ഹൃദയത്തിലേക്ക് നീ മൂവ് ചെയ്യുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വഴികൾ, നിന്റെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, നിന്റെ മുന്നിൽ അടയപ്പെട്ട മേഖലകളെല്ലാം അവന്റെ സാന്നിധ്യം തുറന്നു വരും. അവന്റെ സാന്നിധ്യം ക്യാരി ചെയ്യുക. അവന്റെ സാന്നിധ്യം ക്യാരി ചെയ്യുക. മറച്ചു വെച്ച ഉറവകൾ തുറന്നു വരും. ഇന്ന് പകല് മറച്ചു വെച്ച ഉറവകൾ തുറന്നു വരും. കുറച്ചുകൂടെ വെളിപ്പാടി ഞാൻ പറയാം. മറച്ചു വെച്ച ഉറവകൾ തുറന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തുറന്നു വരുമെന്ന് പ്രസൂനിലൂടെ പരിശുദ്ധന്മാർ പറഞ്ഞു. ഞാനതിനെ ഡിക്ലെറേഷൻ ചെയ്യുക. മറച്ചു വെച്ച ഉറവകൾ തുറന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനി തുറക്കണമെന്നുള്ള പ്രാർത്ഥന വേണ്ട, തുറന്നു വരാനുള്ള പ്രാർത്ഥന വേണ്ടേ? നീ തുറന്നതിലൂടെ നീ നടക്ക്, നീ തുറന്നതിലൂടെ നീ മൂവ് ചെയ്യ്. തുറക്കേണ്ട പ്രാർത്ഥനയല്ല, അവൻ തുറന്നതാ. 2025 വർഷങ്ങൾക്ക് മുമ്പേ അവൻ തുറന്നതാ. 2025 വർഷങ്ങൾക്ക് മുമ്പേ അവൻ സകലതും നിവർത്തീകരിച്ചതാ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഉറവകൾ തുറന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയാ, പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്നത് വിശ്വസിക്കരുത്. ഹലോ, എത്രയൊക്കെ വിശ്വാസമുണ്ട്? പഞ്ചേന്ദ്രിയം, നിന്റെ കണ്ണ്, ചെവി, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഇത് പറഞ്ഞ് വിശ്വസിക്കരുത്. ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്. പ്രാർത്ഥിച്ച് ആ ഡെലിവറൻസിനുള്ള വചനം എടുത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന വചനം നീ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അത് ഡിക്ലെയർ ചെയ്യാണ്ടിരിക്കുമോ? അത് പറഞ്ഞിരിക്കും, എൻ്റെ അസുഖം മാറി. മനസ്സിലായോ? അവൻ്റെ സൗഖ്യത്തെ ചുമന്നു. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും കൈക്ക് വേദന ഉണ്ടായിരിക്കാം. ഹലോ, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെയിൻ മാറിയിട്ടില്ല. പഞ്ചേന്ദ്രിയം പറയും പെയിൻ ഉണ്ട്. പക്ഷെ നീ കാണുന്നതിലല്ല വിശ്വസിക്കേണ്ട, നീ കാണാത്ത സൗഖ്യത്തെ വിശ്വസിക്കണം. ശരീരം പറയും മാറിയിട്ടില്ല, ശരീരം പറയും രോഗമുണ്ട്, ശരീരം പറയും ബുദ്ധിമുട്ടുണ്ട്, ശരീരം പറയും പ്രയാസമുണ്ട്. ഞാൻ പറയുക, ശരീരം പറയുന്നതല്ല നീ വിശ്വസിക്കണേ. ഈ പുസ്തകം എന്ന് പറയുന്നു, അതൊന്നും വിശ്വസിക്കേ. ഈ പുസ്തകം പറയുന്നത് വിശ്വസിക്കുന്ന തലമുറ എഴുന്നേറ്റ അത്ഭുതത്തിന്റെ കവാടങ്ങൾ അവർക്ക്, അത്ഭുത കവാടങ്ങൾ തുറന്നു വരിക. സ്വീകരിക്കാൻ കഴിയുമോ? സ്വീകരിക്കൂ. പഞ്ചേന്ദ്രിയം പറയും മാറിയിട്ടില്ല. 2 ദിവസം പ്രാർത്ഥിച്ചു, വചനം ഡിക്ലെയർ ചെയ്തു, മാറ്റമില്ല. അടുത്ത ദിവസം കൂടി പറയണം. ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ണല്ല വിശ്വസിക്കുന്നത്, കാണാത്ത ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകം സൗഖ്യത്തെ പറയുന്നെങ്കിൽ ഞാൻ അത് വിശ്വസിക്കും. മനസ്സിലായോ? ഇപ്പോഴും ലിറ്ററലി ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്. നിന്റെ അകത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ, ഇത് നിന്റെ അകത്ത് കയറാൻ തുടങ്ങുമ്പോൾ നീ പോലും അറിയാത്ത സൗഖ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ ദൂത് പറയുക, ആരൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് രോഗത്താൽ ഓഫ്ലൈനിലും ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ രോഗത്തെ നോക്കി, ഒരു രോഗമാണെന്ന് പറയാതെ ഒരു രോഗത്തെ നോക്കി നീ പറ, എനിക്ക് സൗഖ്യം ഉണ്ടെന്നവൻ എന്റെ അകത്തിരിക്കുന്നു, എന്റെ സൗഖ്യം എന്റെ അകത്തോട്ട്. നീ അത് വിളിച്ചു പറ.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ ബുദ്ധിമുട്ടിനെ നോക്കി നീ പറ, നിന്റെ ക്രൈസ്തവനെ നോക്കി നീ പറ, എനിക്കൊരു കർത്താവുണ്ട്. പ്രശ്നത്തെ നോക്കി പറ, എനിക്കൊരു യേശുവുണ്ട്. പ്രവർത്തനം നോക്കി പറ, എനിക്കൊരു ജീവിക്കുന്ന യേശുവുണ്ടെന്ന് നീ വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ യേശു അവന്റെ പ്രവൃത്തി വിശ്വാസപ്രവൃത്തി, വിശ്വാസപ്രവൃത്തി, വിശ്വാസപ്രവൃത്തി. വിശ്വാസം പറയുന്നതിലല്ല കാര്യം, പ്രസംഗിക്കുന്നതിലല്ല കാര്യം, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഫെയ്ത്ത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. നീ എന്ത് വിശ്വസിക്കുന്നോ അതിനെ നീ മൂവ് ചെയ്യണം. അതോ നീ എന്ത് വിശ്വസിക്കുന്നുണ്ടോ അതിനെ നീ മൂവ് ചെയ്യാൻ നീ തയ്യാറാവുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ എന്ത് വിശ്വസിക്കുന്നു, നീ ദൈവത്തിന്റെ വചനത്തിൽ നീ എന്താണോ നീ അറിഞ്ഞത്, അത് നീ ഭക്ഷിക്കുമ്പോൾ, അത് നീ ധ്യാനിക്കുമ്പോൾ, അത് നീ കഴിക്കുമ്പോൾ നീ അതിൽ മൂവ് ചെയ്യണം. നീ മൂവ് ചെയ്യുമ്പോൾ നിന്റെ ഫെയ്ത്ത് കൂടെ മൂവ് ചെയ്യുന്നത്. ഫെയ്ത്ത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാനല്ല ഞാൻ പറയുന്നത്. ഫെയ്ത്ത് പറഞ്ഞിട്ട് നടക്ക്, ഫെയ്ത്ത് പറഞ്ഞിട്ട് നടക്ക്. പത്രോസ് നടന്ന പോലെ ഫെയ്ത്ത് പറഞ്ഞിട്ട് നീയാണ് കർത്താവേ എന്നോട് അങ്ങോട്ട് വരാൻ പറയുക എന്ന് പറഞ്ഞിട്ട് പീറ്റർ അവനെ ആ ബോട്ടിന്റെ അകത്തിരുന്നില്ല, അവൻ മൂവ് ചെയ്യാൻ തയ്യാറായി. ഒരൊറ്റ കാര്യം വരുന്നില്ല. യേശു വന്ന് പത്രോസിനെ കരത്തെ പിടിച്ച് ഇറക്കി ആർക്കെങ്കിലും ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ടോ? കരത്തെ പിടിച്ച് പത്രോസ് പറയും നീ ആണെങ്കിൽ എന്നോട്ട് അങ്ങോട്ട് വരാൻ കൽപ്പിക്കുക. പക്ഷേ യേശു വന്ന് പത്രോസിനെ വരാൻ പറഞ്ഞതിന് അടുത്ത് വേണ്ടി നീ ഇറങ്ങിക്കോ, താങ്ങിക്കൊണ്ട് പോകുന്നാലും കണ്ടോ ബൈബിളിനകത്ത്? ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്ത് പറഞ്ഞു? യേശു പറഞ്ഞു നീ പോരാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് പടകിൽ നിന്നിട്ട് 11 പേരുടെ ആലോചിച്ചില്ല പോണോ. ഇതാ കുഴപ്പം. പറഞ്ഞത് ശരിയാ, പക്ഷെ കടലിലേക്ക് നോക്കുമ്പോഴേ ബുദ്ധിമുട്ടാ. സംഭവം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നാ എനിക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം. ഇതാണ് ലൈഫിൽ നമ്മുടെ നിരന്തര ലൈഫിൽ ഫെയിലിയറിൻ്റെ കാര്യം. കാരണം അവനെ വിശ്വസിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞു അത് നമുക്ക് വേണ്ട. അന്ധമായിട്ട് വിശ്വസിക്കണം അവനെ, മനസ്സിലായി? പൊട്ടനായിട്ട് വിശ്വസിക്കണം. പീറ്റർ എടുത്തിയാട്ടക്കാരനാ. ആ ചില എടുത്തിയാട്ടങ്ങളുണ്ട് സൂപ്പർ നാച്ചുറൽ കൊണ്ടുവരും. ഹലോ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില എടുത്തിയാട്ടമുള്ള തീരുമാനമായിരിക്കാം, പക്ഷേ അതിൻ്റെ അകത്തു എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ചില എടുത്തിയാട്ടങ്ങൾ ചിലപ്പോൾ തീരുമാനമാണ്, ദൈവത്തിന് വരെ ചിലപ്പം അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. നീ ഭാഷ പറയുക, നീ പറയുന്നതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പറയുക, ഈ കാലഘട്ടത്തിനകത്ത് യേശു പറഞ്ഞില്ലല്ലോ നമ്മൾ കേട്ടിരിക്കുകയല്ല, അവന്റെ നാമത്തിൽ ചെയ്യാൻ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ മെസ്സേജ് മുഴുവനും കൈമാറിപ്പോയി. ഇത് പറയാനല്ല ഞാൻ വന്നത്. എനിക്കറിയത്തില്ല. ഇപ്പൊ വിശ്വാസം കയറി വരുവാ. വിശ്വാസം ഫെയ്ത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് ഫെയ്ത്ത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഫെയ്ത്തിലൂടെയാ അടഞ്ഞ ഉറവുകൾ തുറക്കുന്നത്. വിശ്വാസത്തിലൂടെ അടഞ്ഞ ഉറവുകൾ തുറന്നു വരുന്നത്. നീ ഫെയ്ത്തിൽ വെക്കുന്ന ഓരോ മൂവ്മെന്റും നിന്റെ ലൈഫിലെ അടഞ്ഞ വാതിലുകൾ തുറന്നു കൊണ്ടുവരും. അതിന് പ്രാർത്ഥനയല്ല വേണ്ടത്. ഞാൻ പറയാം, പ്രാർത്ഥനയെ തെറ്റിദ്ധരിക്കരുത്, ആരും വിമർശിക്കരുത്. പ്രാർത്ഥിക്കേണ്ടെന്നുള്ള നിലപാടല്ല, പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ പറയാം, വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, അതുകൊണ്ട് വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, അത്ഭുതം നടക്കും, രോഗിയുടെ സൗഖ്യവും. അത് ഞാൻ ഇങ്ങനെയാണ് പറയാം, അത് എല്ലാവർക്കും ഉള്ളതാ. അതോ വിശ്വസിക്കുന്ന അഭിഷക്തന്മാരെന്നോ ബ്രദേഴ്സെന്നോ പാസ്റ്റേഴ്സെന്നോ അപ്പോസ്റ്റലെന്നോ പ്രവാചകനെന്നോ അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുന്നില്ല. വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാണോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ രോഗികളെ സൗഖ്യമാക്കും. അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ഭൂതങ്ങളെ പുറത്താക്കോ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവന്റെ ലൈഫിൽ വെളിപ്പെട്ടു വരും. കാര്യം ഈ വിശ്വാസം ദൈവത്തിന്റെ വിശ്വാസമാ. ഈ ഫെയ്ത്ത് ദൈവത്തിന്റെ ഫെയ്ത്താ. നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വിശ്വാസമാ. നമ്മൾ വിചാരിക്കാൻ അറിയോ, നമ്മുടെ ഫെയ്ത്ത്
നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ അകത്ത് വർക്കൗട്ട്. നോ, നമ്മുടെ ഫെയ്ത്ത് അല്ല. നമുക്ക് ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ നമ്മുടെ അകത്തുള്ള ഫെയ്ത്ത് അവൻ്റെ ഫെയ്ത്താണ്. അവൻ്റെ ഫെയ്ത്താണ്. മനസ്സിലായോ കാര്യം? അവൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നു. മനസ്സിലായോ? നിന്നിലുള്ള വിശുദ്ധി നിന്റെ വിശുദ്ധിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് ആത്മക്കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഈ വെളിപ്പാട് കിട്ടത്തുള്ളൂ. ഇപ്പോഴും നീ വിശുദ്ധനാകാൻ ശ്രമിക്കേണ്ട. അവന്റെ വിശുദ്ധി നിന്റെ അകത്ത് വന്നപ്പോൾ അവനിലാണ് നീ വിശുദ്ധീകരിക്കപ്പെട്ടത്. യെസ്, നിന്റെ ശ്രമത്തിലല്ല, നിന്റെ പ്രവൃത്തിയിലല്ല, നിന്റെ പ്രവർത്തനത്തിലല്ല, അവന്റെ നീതിയാൽ, അവന്റെ കരുണയാൽ, അവന്റെ നീതിയാലാണ് നീ വിശുദ്ധീകരിക്കപ്പെട്ടത്. പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും സ്വയം നീതിയിലും സ്വയം വിശുദ്ധിയിലേക്ക് ജീവിക്കുക. റാസഖലധരമ അവനെല്ലാം നമുക്ക് തന്നു. സിമ്പിളായി ഞാൻ പറയാം, അവനെല്ലാം തന്നു. നമ്മുടെ എല്ലാം മേടിച്ചു. സിമ്പിളാ, നമ്മുടെ എല്ലാം അവൻ മേടിച്ചു. എൻ്റെ പാപം അവൻ മേടിച്ചു, എൻ്റെ ശാപം അവൻ മേടിച്ചു, എൻ്റെ രോഗം അവൻ മേടിച്ചു, എൻ്റെ അവിശ്വാസം അവൻ മേടിച്ചു, എൻ്റെ സകലവും അവൻ മേടിച്ചിട്ട് അവൻ്റെ വിശ്വാസം, അവൻ്റെ നീതി, അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹം, അവൻ്റെ അത്ഭുതം, അവൻ്റെ വിശ്വാസമല്ല എൻ്റെ അകത്തവൻ തന്നിരിക്കുക. ഇതറിഞ്ഞ് നീ മൂന്ന് ചെയ്ത അവൻ നടക്കുന്ന പോലെ നീ നടക്കും. അവൻ്റെ കർത്താവിൻ്റെ, ഞാൻ വചനം തുറന്നില്ല, എനിക്ക് പറ്റുന്നില്ല. കർത്താവിൻ്റെ, മനസ്സിലായോ? കർത്താവിലുള്ളത് മുഴുവനും എനിക്ക് തന്നിട്ട് എൻ്റെ മുഴുവനും കർത്താവ് എടുക്കും. കയറി അതോ ചിന്തിച്ചു, സ്നേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ കണ്ണു നിറയത്തുള്ളൂ. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒരു കാര്യം ചെയ്തില്ല, പക്ഷെ അവനെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അവൻ്റെ മുഴുവനും എൻ്റെ അകത്ത് എന്തിരിക്കുന്നു. ഈ സ്നേഹം കണ്ടിട്ട് അങ്ങനെ ആരാധിക്കാതിരിക്കുന്നത്, ഈ സ്നേഹം കണ്ടിട്ട് അവൻ്റെ പ്രശംസ അങ്ങനെ കൊതിക്കാതിരിക്കുന്നത്, ഈ സ്നേഹം കണ്ടിട്ട് അവൻ്റെ സാന്നിധ്യം കൊതിക്കാതെ നീ കരയാതെ, ഈ സ്നേഹം കണ്ടിട്ട് നിന്റെ പ്രസിദ്ധ നീ നോക്കാതെ, ഈ സ്നേഹം കണ്ടിട്ട് നിന്റെ പ്രതികൂലത്തെ നീ നോക്കാതെ, ഈ സ്നേഹം കണ്ടിട്ട് അവനെ നീ മഹത്വപ്പെടുത്തോ. നല്ല ഒന്ന് രണ്ട് മൂന്ന് കർത്താവിൻ്റെ ആത്മാവിലേക്ക് തന്നതാ. പക്ഷെ ഇപ്പൊ എന്ത് പറയുന്നു അതേ ഞാൻ പറയത്തുള്ളൂ. അത് എന്താണെങ്കിലും ഞാനത് പരിശുദ്ധാത്മാവ് ഞാൻ വിട്ടുകൊടുക്കത്തുള്ളൂ. അതിന് വിമർശനം ഉണ്ടായാലും കുഴപ്പമില്ല, കൈയടിച്ചാലും കുഴപ്പമില്ല, ഇനി പരാതി പറഞ്ഞാലും കുഴപ്പമില്ല, പിരിവിടുത്താലും കുഴപ്പമില്ല. ഞാൻ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വന്നവനാ. പരിശുദ്ധാത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വന്നവനാ. സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ അകത്ത് കയ്യടിയില്ലായിരുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്തവർ എങ്ങനെ അറിയോ? അവന്റെ പ്രസംഗം സപ്പോർട്ട് ചെയ്തു എങ്ങനെ അറിയോ? കല്ലേറ് കൊണ്ട് സപ്പോർട്ട് ചെയ്തു. കല്ലേറ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല കാര്യം. ഞാൻ പറയാ, നിനക്ക് കല്ലേറ് വരുന്നുണ്ടെങ്കിൽ ഇത് ഓർത്തോളം എന്തോ ഒന്ന് തുറക്കാൻ പോവുക. നിനക്കെതിരെ കല്ലേറ് വരുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ അപമാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നീ പ്രശ്നത്തെ നോക്കരുത്. എന്തോ ഒന്ന് തുറക്കാൻ പോവുക. അത് വേറൊന്നുമല്ല, അവന് സ്വർഗമാ തുറക്കാൻ നിനക്ക് വേണ്ടി. അവന് സ്വർഗം തുറക്കാൻ പോവുക. ഇതിന്റെ അകത്ത് ചില ദൂത് പറയാൻ പോവാ. സ്വർഗം തുറക്കുന്ന നിലവാരത്തിൽ നിന്റെ ലൈഫിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ശക്തിയോടെ ആത്മാവ് സ്വീകരിച്ചു. ഈ വേട് നിന്നെ കത്തിക്കും, ഈ വചനം നിന്നെ കത്തിക്കും, ഈ ദൂത് നിന്നെ ചലിപ്പിക്കും, ഈ ദൂത് നീ പോലും അറിയാതെ നിന്റെ ചില വിശുദ്ധ തൊട്ടോണ്ടിരിക്കുക. ഈ ദൂത് നീ പോലും അറിയാതെ നിന്റെ ചില വിഷയത്തെ പരിഹരിച്ചോണ്ടിരിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചോ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ മഹത്വം കൊടുത്തോ. നിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, നിന്റെ ആത്മാവിന്റെ സ്തുതിക്കകത്ത്, നിന്റെ ആത്മാവിന്റെ സ്തോത്രത്തിന് അകത്ത് അവന്റെ അത്ഭുതം വെളിപ്പെട്ടു വരും. എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? സ്വീകരിച്ചു. ദൈവം ചില തൊട്ടോണ്ടിരിക്കുക, ദൈവ സാന്നിധ്യം ചില തൊട്ടോണ്ടിരിക്കുക, ദൈവ മഹത്വം ചില തൊട്ടോണ്ടിരിക്കുക. നിനക്ക് ശരീരത്തിൽ അനുഭവിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ശരീരത്തിൽ തൊട്ടോണ്ടിരിക്കുക. ഈ
ദൂതനോട് പ്രതികരിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ പ്രതികരിക്കും. ഈ ദൂതനോട് നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ പ്രതികരിക്കും. അത് പറഞ്ഞവൻ പ്രതികരിക്കും, പറഞ്ഞവൻ പ്രതികരിക്കും, പറഞ്ഞവൻ പ്രവർത്തിക്കും. നിന്റെ ചിന്ത മാറട്ടെ, നിന്റെ ചിന്ത മാറ്, നിന്റെ അവസ്ഥയുടെ ചിന്ത മാറ്, നിന്റെ വീട്ടിലെ അവസ്ഥയുടെ ചിന്ത മാറട്ടെ, നിന്റെ ബുദ്ധിമുട്ടിന്റെ ചിന്ത മാറട്ടെ, നിന്റെ പ്രശ്നങ്ങളുടെ ചിന്ത മാറട്ടെ. നീ യേശുവിലേക്ക് നോക്ക്. പത്രോസിന് നോട്ട് റൈറ്റ് നോട്ട് വരുമോ പറഞ്ഞിട്ട് അവൻ നേരെ തന്നെ നേരെ നോക്കി സ്റ്റെപ്പ് വെച്ചു. ഇടറിയ കാര്യങ്ങൾ നമുക്കറിയാം, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇടറിയോട് ഒരു താല്പര്യമില്ല, ഞാൻ നടന്നതിൽ താല്പര്യമുള്ളൂ. അമ്മേ, വീഴുന്നതിൽ എനിക്ക് ആരും കാര്യമില്ല, വീഴുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ എഴുന്നേൽക്കുന്ന അറിയത്തുള്ളൂ. അമ്മേ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ ചുവട് വെക്കാൻ തുടങ്ങി. ആരെ നോക്കി? യേശുവിനെ നോക്കി. പ്രശ്നം നോക്കിയാൽ ചുവട് വെക്കാൻ കഴിയത്തില്ല. പ്രശ്നം നോക്കി ആരാധിക്കാൻ കഴിയുമോ? കൈയടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിലും, ഏത് ബുദ്ധിമുട്ടിനൊപ്പം കൈയടിക്കാൻ പറ്റും, പാട്ട് പാടാൻ പറ്റും, ഇതെല്ലാം ജഡത്തിൽ പറ്റും. പക്ഷെ ഞാൻ പറയാം, ആത്മാവിൽ ആത്മാവിൽ ഒരിടത്ത് പ്രശ്നങ്ങൾ, ഒരിടത്ത് അമ്മേ തിരമാല വെള്ളിക്കയറുന്ന, ഒരിടത്ത് അമ്മേ കാറ്റ് വരുന്നു, ഇതിനൊന്നും നോക്കാതെ അവൻ ചുവട് വെച്ചത് ഒരുവന്റെ വാക്കിയില്ല. നിന്റെ ചുവടുവെപ്പ് ഒരുവന്റെ വാക്കിലാണ്. ഞാൻ പറയാം, നിന്റെ തല കുനിക്കാൻ അനുവദിക്കുന്നില്ല. നിന്റെ ചുവടുവെപ്പ് ഒരുവന്റെ വാക്കിലാണ്. ഞാൻ പറയാ, നിന്റെ തല കുനിക്കാനോ നിന്റെ കണ്ണ് നിറയാനോ അനുവദിക്കുന്ന കാര്യം അവൻ നിന്നെ എത്തിക്കാന്ന് പറഞ്ഞെടുത്ത് എത്തിക്കുന്നത് ദൈവമാണ്. അവന്റെ പേര് യേശു. ഈ നാമത്തെ വിളിക്കാൻ പറയുന്നവർ, ഈ നാമത്തെ ഉയർത്തുന്ന ജനറേഷൻ, അവന്റെ നാമത്തെ ഉയർത്തുന്ന ജനറേഷൻ, അവന്റെ നാമത്തെ ഉയർത്തുന്ന ജനറേഷൻ, അവന്റെ നാമത്തെ ഘോഷിക്കുന്ന ജനറേഷൻ. ഓ റാസ റാബക്ക. നമ്മളാരും സാധാരണ വ്യക്തികളല്ല. ഞാൻ പറയാം, അസാധാരണ വ്യക്തികളാ. എത്ര വിശ്വസിക്കുന്നുണ്ട് അസാധാരണ വ്യക്തികൾ? ഇത് ചുമ്മാതെ പറഞ്ഞല്ല, വചന വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചുമ്മാ ചാടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, തുള്ളാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ ഇത് വചനത്തിന്റെ അകത്ത് നിന്നാണ് പറയുന്നത്. യേശു എങ്ങനെ ജനിച്ചത്? അവൻ ആത്മാവിൽ ജനിച്ചു. നമ്മളെങ്ങനെ ജനിച്ചു? വീണ്ടും ജനനം വ്യത്യാസമുണ്ടോ? വീണ്ടും ജനിച്ച നീ യേശു തമ്മിൽ വ്യത്യാസം ഇരിക്കുന്നത്. നിന്റെ ജനനം തന്നെ അവനില. നിന്റെ ജനനം തന്നെ അവനില. യെസ്, അതുകൊണ്ടാണ് അവൻ ഉറപ്പായിട്ടും കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന അധികം നിങ്ങൾ ചെയ്യും. ഇത് ചുമ്മാതെ പറഞ്ഞല്ല യേശു. ശിഷ്യന്മാരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും, അതിനുവേണ്ടി പറഞ്ഞല്ല കർത്താവ്. ഞാൻ ചെയ്യുന്നതിലധികം നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ, എടാ നിന്റെ ജനനം എന്നിൽ നിന്നാ. നിന്റെ അപ്പനും അമ്മയ്ക്ക് ജനിച്ചതല്ല. ഇത് 4 വർഷം മുമ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങളുടെ മകനല്ല. അമ്മ ഓർത്ത് ചുമ്മാ ദേഷ്യപ്പെട്ട് ചുമ്മാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ ചുമ്മാ എന്തെങ്കിലും വായി തോന്നി പറയാൻ വേണ്ടി പറയും. ഞാൻ നിങ്ങളുടെ മല്ല ഉയർത്തിയുള്ളതാണ്, അത് ഉയർത്തിക്കാണ്ട് ഞാൻ വന്നു പറയും. ഇത് പറയുമ്പോൾ അമ്മ വിചാരിക്കാൻ അറിയോ, ഞാനിന്ന് ദേഷ്യഭാവത്തിൽ നിന്ന് പറയുന്നതായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ബുദ്ധിമുട്ടിൻ്റെ അകത്ത് ചുമ്മാ അവൻ എന്താ പൊട്ടത്തരം പറയുക. പൊട്ടത്തരം പറഞ്ഞല്ല, 4-5 വർഷം മുമ്പ് ഞാൻ ഇതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അറിയോ, ഉയരത്തിൽ നിന്ന് ജനിച്ചുകൊണ്ടുള്ള വെളിപ്പാടിൻ്റെ അകത്ത് കയറിയപ്പോൾ. വചനമല്ലാത്ത ഒരു കാര്യം പറയും, നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി വന്നല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നാ. യെസ്, എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അവിടെയാണ്. മനസ്സിലായോ? പാർഷ്വാലിറ്റി ഇല്ല അതിനകത്ത്, പാർഷ്വാലിറ്റി ഇല്ല. ഞാൻ പറയാ, യേശുവിന് പാർഷ്വാലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം മാതാവും അമ്മേ സഹോദരങ്ങളും വന്നപ്പം കർത്താവ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം ശിഷ്യന്മാർ എന്ന് പറഞ്ഞ്, നിന്റെ മാതാവും സഹോദരങ്ങൾ വന്നിരിക്കുന്നു. യേശു നമ്മളാണ് എന്നെടുക്കും, പ്രസംഗം അപ്പം നിർത്തും. അന്ന് പിന്നെ 10 മിനിറ്റ് ഇപ്പോൾ വരാം, ബ്രേക്ക് എടുത്തു, ചായ കുടിച്ചോളാം പറഞ്ഞ് നമ്മൾ നേരെ പോകും. കർത്താവ് എന്താ പറയുക അറിയുമോ? എൻ്റെ ഈ പുസ്തകം പ്രമാണിക്കുകയും ഇത് അനുസരിക്കുകയും ചെയ്യുന്നതിനാ എൻ്റെ അമ്മയും സഹോദരങ്ങൾ. അത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊരമ്മയല്ല ഉള്ളത്, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരമ്മയല്ല, എനിക്ക് അനേകം അമ്മമാരുണ്ട്, എനിക്ക് അനേകം സഹോദരിമാരുണ്ട്. അത് എങ്ങനെ ആയെന്ന്
ചോദിച്ചാൽ കർത്താവിനോടുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സെൽഫിഷ് മെന്റാലിറ്റി യേശുവിനില്ലായിരുന്നു. ആയിരുന്നെങ്കിൽ അവൻ്റെ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങളെ ഓർത്ത് അവൻ കൂടുതൽ പ്രയോറിറ്റി കാണിച്ചാനെ. ആ പരിപാടി കർത്താവിനില്ല. മനസ്സിലായോ? അവനെല്ലാം വചനത്തിലാണ്. മനസ്സിലായോ? 12ാമത്തെ വയസ്സിൽ ആലയത്തിൽ കയറി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് വചന പണ്ഡിതന്മാരും അവരെല്ലാവരും വന്ന് ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. 12 വയസ്സിൽ ഒരു കുഞ്ഞിനെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് പ്രയാസപ്പെടും. ആ കുഞ്ഞിനും പ്രയാസമാണ്. കാര്യം അപ്പനെ അമ്മയും നഷ്ടപ്പെട്ടു, അപ്പനെ അമ്മയും കാണുന്നില്ല, കരയും, നിലപിടിക്കും, ടെൻഷൻ അടിക്കും, പേടിക്കും. പക്ഷേ യേശു അവിടെ എന്നാ ധൈര്യത്തോടെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അപ്പനും അമ്മയും നേരെ വന്ന് ഓടിയുണ്ട്. നീ എവിടെ പോയാന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയുമോ? കർത്താവിൻ്റെ മറുപടി അയ്യോ അമ്മേ അപ്പാ നിങ്ങളെ കണ്ട ഞാൻ സന്തോഷം പ്രയാസപ്പെട്ടു പോയി. ഇതല്ല കർത്താവിൻ്റെ ഡയലോഗ്. കർത്താവ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയില്ലയോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലയോ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതാണ് അവൻ്റെ രാജ്യമോഹം. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നീ എത്രത്തോളം നീ നിന്റെ കർത്താവിന് പ്രയോറിറ്റി കൊടുക്കുമോ അവൻ എത്രത്തോളം നിനക്ക് പ്രയോറിറ്റി തരും. ഞാൻ പറയാ യേശുവിൻ്റെ നാമം വിശ്വസ്തയോടെ ഉയർത്തുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ പറയാ അവൻ്റെ നാമം യേശു ഉയർത്തും. അവൻ്റെ നാമം പട്ടണം അറിയും, അവൻ്റെ നാമം ദേശങ്ങൾ അറിയും, അവൻ്റെ നാമം രാജ്യം അറിയും. കാര്യം എന്താ അറിയോ? നീ ഉയർത്തേണ്ട നാമത്തെ നീ ഉയർത്തിയത്, നീ ഉയർത്തേണ്ട നാമത്തെ നീ ഉയർത്തിയത്, ഉയർത്തേണ്ട നാമത്തെ ഉയർത്താൻ നീ തയ്യാറായ നിന്റെ പേര് പ്രസിദ്ധമാക്കത്തക്ക നിലയിൽ അപ്പോസ്തലന്മാർക്ക് ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാര്യം മുടന്തനായ ദേവാലയത്തിന് മുമ്പ് ഇരുന്ന മുടന്തനായ വ്യക്തിയുടെ നടുവിൽ പത്രോസ് യോഹന്നാൻ നമുക്കെല്ലാം അറിയാം. അത് തൊട്ടു പോവുക. എനിക്കറിയില്ല ഹോളി സ്പിരിറ്റ് എങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ. അവിടെ പത്രോസ് യോഹന്നാൻ ഉറ്റുനോക്കി മുടന്തൻ എഴുന്നേറ്റു. സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി ചെയ്തു, മിറക്കിൾ മിനിസ്ട്രി ചെയ്തു, അസാധാരണ മിറക്കിൾ മിനിസ്ട്രിക്ക് അപ്പോസ്തലന്മാർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് ഈ പത്രോസിനെ യോഹന്നാൻ പൊക്കുന്ന പരിപാടിയായിട്ട് വന്നു, തോളെ വെക്കുന്ന പരിപാടിയായിട്ട്. അപ്പോഴേക്കും അതാണ് ഒരു അപ്പോസ്തലന്റെ ക്വാളിറ്റി. അവിടെ പത്രോസ് പറയാ നിങ്ങളെപ്പോലെ സാധാരണ വ്യക്തികൾ, ഇതെല്ലാം നടക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. മനസ്സിലായോ? മഹത്വം എടുക്കരുത്, മഹത്വം നീ വിട്ടുകൊടുക്കണം. നീ എത്രത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കുവോ, നീ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുവോ, നീ എത്രത്തോളം ദൈവത്തെ നീ പുകഴ്ത്തുവോ, അതനുസരിച്ച് നിന്റെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു. ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നീ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണോ, അവന്റെ നാമത്തെ ഉയർത്തുന്നവരാണോ, നിന്നെ കാണാതെ അവൻ പോകത്തില്ല, നിന്നെ കാണാതെ അവൻ പോകത്തില്ല, നിന്നെ വിട്ടവൻ പോകത്തില്ല. ആ മനോഭാവം അങ്ങ് വരാൻ തുടങ്ങിയപ്പം പിന്നെ സംഭവിക്കുന്നത് പറഞ്ഞാൽ മുഴുവൻ അത്ഭുതങ്ങളാ. നടന്നുപോയ ആൾക്കാർ നടന്നിരിക്കുക യേശുവാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിച്ചു ഇവനാ യേശു. ഞാനല്ല, യേശുവിൻ്റെ നാമത്തിലാണ് പറഞ്ഞത്. എത്ര പറഞ്ഞാലും അവരുടെ അകത്ത് കയറി അറിയോ നീ എന്തും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം നീയാ യേശു. കാര്യം അറിയോ, നിന്റെ ലൈഫിൽ നിന്റെ ജീവിതത്തിൽ അത്രമാത്രം വെളിപ്പെട്ട് നിൽക്കുവാൻ. നിന്റെ ലൈഫിൽ അത്രമാത്രം വെളിപ്പെട്ട് നിൽക്കുക. ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിന്റെ അടുക്കേ വരത്തുള്ളൂ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ നിഴലിനെ നോക്കി ഞങ്ങൾ കാത്തിരിക്കും. വെളിപ്പെടുത്തുക ദൈവത്തെ. ഞാൻ പറയാ ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനിൽ നിന്നും ദൈവം അവനിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തും. ദൈവത്തെ ആത്മാവിൽ മഹത്വപ്പെടുത്തുന്നവനിലൂടെ ദൈവം അവനിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തും. അപ്പൊ എന്നിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തണം എന്നുള്ള ദൂതി കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല അതിന്റെ താക്കോല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്നിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തണം. കർത്താവേ അസാധാരണ മിനിസ്ട്രി ചെയ്യണം, പ്രൊഫസി ചെയ്യണമെങ്കിൽ പ്രവചിക്കണം, അത് ചെയ്യണം, ഇത്
ചെയ്യണം, ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒന്നും റിസൾട്ടിലോട്ട് വരുന്നില്ല. കാര്യം എന്താ അറിയോ? ഇത് ചുമ്മാതെ പറഞ്ഞാൽ വരുന്ന പരിപാടിയല്ല, ഇത് ആത്മാവിലാണ് നടക്കുന്നത്. ഇത് ആത്മാവിൽ നടക്കുന്നത്. കാര്യം നീ ആത്മാവിൽ എത്രത്തോളം കർത്താവിനെ മഹത്വപ്പെടുത്തുമോ, നീ ആത്മാവിന് എത്രത്തോളം പ്രേരിച്ചു കൊടുക്കുമോ, ലോകത്തെ ജയിച്ചവൻ എൻ്റെ ഈ അകത്തിരിക്കുന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, ലോകത്തെ ജയിച്ചവൻ എൻ്റെ ഈ അകത്ത് വാഴുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, അവനെ നിന്നിൽ വാഴാൻ അനുഭവിക്കുമ്പോൾ നീ ചിലരെ വാഴാൻ പോകുക. നീ ചിലരെ വാഴാൻ പോകുക. ഇത് ദൂത പിടിച്ചാക്കി പിടിച്ചോ. നീ ചിലരെ വാഴാൻ പോകുക. അതിനു മുമ്പ് ഞാൻ പറയാം, നീ അവനെ വാഴണം. വാഴുന്നൊരു തലമുറ, വാഴുന്നൊരു ജനറേഷൻ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കുക. വാഴുന്നൊരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോകുക. വാഴുന്ന ജനറേഷൻ എഴുന്നേൽക്ക കാര്യം, അവനാദ്യം ദൈവത്തെ എന്നിൽ വാഴാൻ അനുവദിച്ചു. പരിശുദ്ധാത്മാവിനെ നമ്മൾ വാഴാൻ അനുവദിക്കുമ്പോൾ നമ്മൾ ചിലവിനെ വാഴും. ചിലവിനെയല്ല, സകലത്തെയും വാഴും. ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം വാഴ്ച എവിടെ നടക്കണ്ടേ? പുറത്തല്ല. ആദ്യം പുറത്തല്ല വാഴ്ച നടക്കണ്ടേ, അത് നമ്മളിൽ വാഴ്ച നടക്കണം. നമ്മളിൽ ഹോളി സ്പിരിറ്റിനെ വാഴാൻ അനുവദിക്കണം. അവനെ ദുഃഖിപ്പിക്കരുത്, അവനെ ലിമിറ്റ് ചെയ്യരുത്, അവനെ നിയന്ത്രിക്കരുത്. അവനെ നമ്മൾ എത്രത്തോളം അനുവദിക്കുമോ അത്രത്തോളം അവൻ നിന്നിൽ നിന്ന് വെളിപ്പെടാൻ തയ്യാറാവും. അവനെ നീ എത്രത്തോളം അനുവദിക്കുമോ, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്ന ഒരു തലമുറ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്ന ഒരു തലമുറ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിൽ മൂവ് ചെയ്ത ജനറേഷൻ ഈ ലൈഫ് ബസ്സിൽ ചർച്ചിൽ ഈ അകത്തൊന്ന് എഴുന്നേൽക്കുന്നു പറഞ്ഞാൽ സ്വീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധമാവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ദൂതിലോട്ട്, ദൈവം എനിക്ക് ഇടപെട്ട ആ ദൂതിലോട്ട് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം എടുത്താണ്, ഉൽപ്പത്തി പുസ്തകം. അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അതിൻ്റെ 19-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചോട്ടെ. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഞാൻ അത്ര പോഷൻ മാത്രമേ എടുക്കൂ. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു. അമേ, നല്ല വചനത്തെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെയിം ദൂതാണ് നമ്മുടെ സഹോദരനായ പ്രസൂണിൽ നിന്ന് എനിക്ക് കണക്റ്റായി വന്ന പരിശുദ്ധാത്മാവ്. അമേ, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ നീരുറവ കണ്ടു. അപ്പൊ ഞാൻ പറയുക, കണ്ണ് തുറന്നാൽ ഉറവ കാണും. സിമ്പിളാ. കണ്ണ് തുറന്നാൽ ഉറവ കാണും. ഉറവ കാണുന്നില്ല നീ വിചാരിച്ചോണം, നിന്റെ കണ്ണ് തുറന്നിട്ടില്ല, നിന്റെ കണ്ണിപ്പോഴും അടഞ്ഞിരിക്കുക. നിന്റെ കണ്ണ് തുറക്കേണ്ട മേഖലകൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ കാണേണ്ട ഉറവകൾ നീ കാണും. ഇന്ന് ആത്മാവിൽ ഞാൻ പറയുക, നിന്റെ ആത്മക്കണ്ണ് അവിടെ തുറക്കേണ്ടത്, ബാഹ്യ കണ്ണല്ല. ആത്മക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ കാണേണ്ട ഉറവ നീ കാണും. ഇന്നൊരു മാസ്റ്റർ ദൂതായിട്ട് ഞാൻ പറയാം, നീ കാണേണ്ട ദൂത് മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. നീ കാണേണ്ട ദൂത് ഒരിക്കലും മറയപ്പെട്ട് കിടക്കുന്നില്ല. അതതിൻ്റെ ടൈം ആവുമ്പോൾ അത് വെളിപ്പെട്ട് വരും, അതിൻ്റെ സമയത്ത് അത് വെളിപ്പെട്ട് വരും. കാര്യം, നിന്റെ ഉറവ ഉണ്ടാക്കിയത്, നിനക്ക് വേണ്ടി ഉറവ തീർത്തത് സർവശക്തനായ ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി ഉറവ ചെയ്തത് അവനാണെങ്കിൽ അത് മറയത്തില്ല. കണ്ണു തുറന്നു ഉറവ കണ്ടു. അമേ, കണ്ണു തുറന്നു ഉറവ കണ്ടു.
ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുവരെ തുറക്കാത്ത ഉറവ് തുറന്നുകൊണ്ടിരിക്കും. തുറക്കുന്നതൊക്കെ ധ്യാനിക്കാവൂ, അടയപ്പെടുന്നത് പിടിക്കരുത്. ഞാൻ പറയോ, തുറക്കുന്നത് ഇവിടെ താക്കോലുണ്ടോ അതെടുക്കണം. യെസ്, നിന്റെ ലൈഫിൽ ഏത് വേർഡാണോ തുറക്കപ്പെടേണ്ടത് നീ തപ്പണം, തെരയണം, അതെടുത്ത് നീ ഡിക്ലെയർ ചെയ്യണം. അതിലൂടെ നീ തുറക്കാൻ പറ്റും. റാസാക്കാലം ഇവിടെ ഹാഗാറിൻ്റെ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് 1-2 ദൂതുകൾ മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾ വായിക്കുന്നു വേണ്ട, പെട്ടെന്ന് ഞാൻ പറയാം. ഈ 21-ാം അധ്യായത്തിൽ കാണുന്നത് അബ്രഹാം ഹാഗാറിനെ പറഞ്ഞു വിടുന്ന രംഗമാണ്. 21-ാം അധ്യായം. അത് സാറായിക്ക് ഹാഗാറിനോട് ഒരു അനിഷ്ടം തോന്നി, ബുദ്ധിമുട്ട് തോന്നി. ഇസാക്ക് ജനിച്ചതിന് ശേഷം ആ ബുദ്ധിമുട്ടിൽ അവൾ പറഞ്ഞു വിടുക. അത് കേട്ടപ്പോൾ അബ്രഹാമിന് ബുദ്ധിമുട്ടായി. അബ്രഹാം ആദ്യം ഒന്ന് എഴുത്തു, അനിഷ്ടം ഉണ്ടായി. പക്ഷെ ദൈവം അബ്രഹാമിനോട് എതിർത്തിട്ട് പറഞ്ഞറിയോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സാറാ പറയുന്ന മുഴുവൻ അനുസരിക്കുക, കേൾക്കുക, അത് പറഞ്ഞു വിടുക. ഞാനത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം 16-ാമത്തെ അധ്യായത്തിൽ ഞാനിന്ന് പോയി നോക്കി അവിടെ എന്താ സംഭവിച്ചത് അറിയാണ്ടി. ഈ 16-ാമത്തെ അധ്യായത്തിലും ഹാഗാറിന് ഒരു യാത്രയുണ്ടായിരുന്നു, ഇതുപോലെ ഇറങ്ങിപ്പോക്കുള്ള യാത്ര. പക്ഷെ ഞാൻ പറയാ, ആ യാത്രയ്ക്കകത്ത് അബ്രഹാം വിലക്കിയില്ല. ആ യാത്രയ്ക്കകത്ത് പറഞ്ഞറിയോ, നിന്റെ ദാസിയോട് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുക. മനസ്സിലായോ? അവിടെ വിലക്കാത്ത അബ്രഹാം 21 വിലക്ക്. ചിലരുടെ വിലക്ക് എങ്ങനെയാ, അസ്ഥാനത്തുള്ള വിലക്കായിരിക്കും. ഒരാവശ്യമില്ലാത്ത വിലക്കും, വിലക്കേണ്ട കാര്യത്തിൽ വിലക്കത്തുമില്ല. രക്തം ചെയ്തെടുക്കട്ടെ. ഞാൻ പറയാം, ആ സമയത്ത് അബ്രഹാം വിലക്കിയില്ല, പക്ഷെ വിലക്കേണ്ടവൻ അവളെ വിലക്കി. ആമേൻ. ആ യാത്രയിൽ നേരെ മരുഭൂമിയിലേക്ക് ചെന്നു. അവിടെ ദൂതനിറങ്ങിയിട്ട് പറഞ്ഞറിയോ, ഹാഗാറേ, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നത്? നീ പോയി കീഴ്പ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് എൻ്റെ പ്രാർത്ഥനാ റൂമിനകത്ത് പറഞ്ഞ വേർഡാണ് കീഴ്പ്പെട്ടിരിക്കുക. എന്നോട് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യുക. ആരോടൊക്കെ ഒരു ദൂത് പറയുക, വെയിറ്റ് ചെയ്യുക. ഞാനും പിടിക്കുക, വെയിറ്റ് ചെയ്യുക. എന്തോ നിന്നോട് ഇപ്പം നീ തയ്യാറെടുക്കണ്ട, ഇപ്പം നീ ഇറങ്ങണ്ട, ഇപ്പം നീ ചാടണ്ട. നീ വെയിറ്റ് ചെയ്താൽ, നീ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് നീ ഉയരും. നീ വെയിറ്റ് ചെയ്താൽ, നീ കാത്തിരുന്നാൽ നീ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ നീ ചിറകടിച്ചുയരുന്ന ഒരു കാലഘട്ടം നിനക്ക് തുറക്കാൻ പോകുക. നിന്റെ ചിറകടിക്കുന്ന കാലഘട്ടം, നീ പറക്കുന്ന കാലഘട്ടം, നീ ഉയരത്തിലേക്ക് പറക്കുന്ന ഒരു കാലഘട്ടം. നിയോഗമില്ലാത്ത യാത്ര വേണ്ട, ദൈവയുടെ വാർത്ത യാത്ര വേണ്ട. ആമേൻ. ഇത്രമാത്രം ഞാൻ തർപ്പിച്ചു പറയാൻ കാര്യം എൻ്റെ ലൈഫിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. അനുഭവത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ പറയുന്നത്, ദൈവനിയോഗമില്ലാത്ത യാത്ര വേണ്ട, ദൈവനിയോഗമില്ലാത്ത പരിപാടി വേണ്ട. ദൈവത്തിൻ്റെ ഇടപാടിൽ നിന്നാണ് യാത്ര പോകേണ്ടത്. നമ്മളതിനെ മാനുഷ്യ ബുദ്ധിമുട്ടെടുക്കും. ഒരു പ്രയാസം വന്നാൽ നമുക്ക് പ്രയാസം കൊണ്ട് യാത്രയായത്. യജമാനത്തിയുടെ ബുദ്ധിമുട്ടായ വാക്കുകൾ വന്നപ്പം വീട്ടിലിരിക്കാൻ പറ്റിയില്ല, ഇറങ്ങിപ്പോയി. ഏത് ടൈമിൻ്റെ അകത്തും ദൈവത്തിൻ്റെ ശബ്ദത്തിനും ദൈവത്തിൻ്റെ നിയോഗത്തിനും വേണ്ടി കാത്തിരിക്കണം. ആ നിയോഗമാകുമ്പോൾ അവൻ നിന്നെ വിളിക്കും. ആ നിയോഗമാകുമ്പോൾ നീ യാത്ര ചെയ്യും. ഞാൻ പറയുക, 16-ാമത്തെ അധ്യായത്തിൽ വിലക്കിയ എൻ്റെ ദൈവമുണ്ടല്ലോ, 21-ാമത്തെ അധ്യായത്തിൽ അവളെ അനുവദിക്കുക. ഇപ്പോഴെന്നില്ല നിയോഗം, 16 നിയോഗമില്ല. 16 നിന്റെ ആഗ്രഹമാ, 16 നിന്റെ ഇഷ്ടമാ. പക്ഷെ 21 ഉണ്ടല്ലോ, അത് എന്റെ ഇഷ്ടമാ. എന്റെ ഇഷ്ടത്തിലെ യാത്ര നീ തുടരുക. എന്റെ ഇഷ്ടത്തിൽ നീ മൂവ് ചെയ്താൽ നീ പോലും അറിയാതെ നിന്റെ ലൈഫ് ചിറകടിച്ചുയരും. ഈ ദൂത് സ്വീകരിക്കാൻ വഴി സ്വീകരിച്ചു. അവിടെ വിലക്കി. അബ്രഹാമിനെ ദൈവം വിലക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, അബ്രഹാം നല്ലൊരു ഹസ്ബൻഡായിരുന്നു കേട്ടോ, നല്ലൊരു ഹസ്ബൻഡായിരുന്നു.
ഇത്രയൊക്കെ വിലക്കിയിട്ടും ദൈവം പറഞ്ഞ് അവളെ പറഞ്ഞുവിടാൻ പോകുമ്പോഴും പുള്ളി ചുമ്മാ വിട്ടില്ല. ആരും ദൈവം പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ദൈവം എന്ത് പറഞ്ഞാലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. എനിക്കറിയത്തില്ല, ശക്തമായിട്ട് പരിശുദ്ധം പറയാം. അത് നമുക്ക് പുറത്ത് നല്ലതാ. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ടാ. അയ്യോ അത്രയും ചെയ്തല്ലോ, ദൈവം പറഞ്ഞിട്ട് വരെ എനിക്ക് വേണ്ടി ചെയ്തല്ലോ, അബ്രഹാമിൻ്റെ സ്നേഹം എൻ്റെ ദൈവത്തെക്കാൾ വലിയാണല്ലോ എന്ന് ചിന്തിച്ചു പോകും. ദൈവത്തെക്കാൾ വലിയായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കണ്ട ആരും. ഞാൻ പറയാം, ആർക്കും ആരെയും എൻ്റെ യേശുവിനേക്കാൾ വലിയ സ്നേഹിക്കാൻ കഴിയത്തില്ല. അത് ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ. നീ യേശുവിനേക്കാൾ അപ്പൻ കരുതണ്ട. അവനറിയാം. അവനെല്ലാം അറിയുന്ന ദൈവം. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, അവൻ ഭയങ്ങുന്നില്ല. അവൻ അറിയാം ഓരോ സെക്കൻഡും എപ്പോൾ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം, ഏത് സമയത്ത് പ്രവർത്തിക്കണം. അവനറിയാം. അബ്രഹാം കൊടുത്തു വിട്ടു. തുരുത്തി വെള്ളമായിട്ടൊക്കെ പോവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അനുഭവം. ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു. കാര്യം പണ്ട് എൻ്റെ അമ്മയും അയൽവക്കത്തുള്ള ചേച്ചിമാരൊക്കെ പോകുന്നുണ്ട്. ഒരു കയ്യിൽ പിള്ളേരും ഒരു കയ്യിൽ കുടവും. അത് ഈ ചൂടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ സമയം വന്നിട്ടിരിക്കുക. ദൈവ കിണറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പരിപാടിയായിരുന്നു ഒരു കയ്യിൽ കുടവും ഒരു കയ്യിൽ കുഞ്ഞുകൊട്ടി പോകുന്ന പരിപാടി. ഞാനും അങ്ങനെ പോയിട്ടുണ്ട്. ഞാനത് വില്ലാളിത്തരൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം, സാക്ഷ്യം പറയാൻ സമയമില്ല, അവിടെ വിടുക. അപ്പോൾ ഇങ്ങനെ പോവുക, അബ്രഹാമിൻ്റെ കരുതലോട്ട് പോവുക. ഞാൻ പറയാ, ചില കരുതലുകൾ നീ സെൻസ് ചെയ്യണം. മനസ്സിലായോ? ചില കരുതലുകൾ, മാനുഷിക കരുതലുണ്ടല്ലോ, അത് അധികം നേരം ചലിപ്പിക്കത്തില്ല. മാനുഷിക സ്നേഹം അത് അധികം നേരം പോകത്തില്ല. മാനുഷിക ഇടപാടൊന്നും അതിനെ ദൂരെ നിന്നെ നിത്യമായിട്ട് നിന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ സൗണ്ട് വലിയ ഉയർത്താതെ പറയുന്ന മുഴുവനും ദൂരൊക്കെ തന്നെ ഉണ്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഉണ്ടല്ലോ, ശാന്തമായിട്ട് പറയുന്നതാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കും. നമുക്കും ദേഷ്യപ്പെടാനും പറ്റും. ശാന്തമായിട്ട് സംസാരിക്കാൻ പറയുന്ന പരിശുദ്ധാത്മാവിന് ഏത് മൂവ്മെന്റിലും ഹോളി സ്പിരിറ്റ് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ദൂതല്ലെന്ന് വിചാരിക്കരുത്, കൈനമ്പുള്ള ദൂതം ഞാൻ പറഞ്ഞത്. അപ്പൊ മൂവ് ചെയ്യുക. അബ്രഹാം ഒരു കയ്യിൽ ആരാ? ഇസഹാക്കല്ല, ഇസ്മായേൽ. ഒരു കയ്യിൽ തുരുത്തിയിലുള്ളതായിട്ട് പോവാ. ഒരു കയ്യിൽ ഞാനിങ്ങനെയാണ് വ്യാഖ്യാനിക്കാം. ഒരു കയ്യിൽ വാഗ്ദത്തം, ഒരു കയ്യിൽ അബ്രഹാമിന്റെ കരുതൽ. ഒരു കയ്യിൽ വാഗ്ദത്തം, ഒരു കയ്യിൽ അബ്രഹാമിന്റെ കരുതൽ. ഇത് രണ്ടുമായിട്ട് മൂവ് ചെയ്യുക, നടന്നു പോവുക. ഈ നടന്നു പോകുമ്പോഴും ഇപ്പൊ വലത്തെ കയ്യിൽ അബ്രഹാമിന്റെ കരുതലാന്ന് വിചാരിച്ചു, ഇടത്തെ കയ്യിൽ വാഗ്ദത്തമാണ്. വാഗ്ദത്തമാണ് ആഗ്രഹം. വാഗ്ദത്ത ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുമ്പോഴെല്ലാം നോട്ടം മുഴുവൻ വെള്ളത്തിലാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നില്ല? വാഗ്ദത്തമുണ്ട്, അതിനോ വാഗ്ദത്തം നിർത്തണം, വാഗ്ദത്തം ക്ഷമിക്കണം, വാഗ്ദത്തം മൂവ് ചെയ്യണം, ഒന്നും സംഭവിക്കരുതേ എന്ന് കരയുക. പക്ഷെ കരയുന്നുണ്ടെങ്കിലും നോട്ടം അങ്ങോട്ടല്ല, നോട്ടം ഇങ്ങോട്ടാ. ഇത് തീരുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അബ്രഹാമിന്റെ പരിപാടിയാ. ദൈവം പറഞ്ഞില്ല തുരുത്തി വെള്ളം കൊടുത്തിടാൻ. ദൈവം ഒന്നും പരിപാടിയില്ല, അബ്രഹാം ചെയ്ത പരിപാടിയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങിപ്പിത്തില്ല, യേശുവേ എന്നൊന്ന് വിളിച്ചോണ്ടാണ് ഇറങ്ങിയേ. മനസ്സിലായോ? ആ ഒറ്റ വിളി മതിയായിരുന്നു, മരുഭൂമി വരെ അവർക്ക് യാത്ര ചെയ്യേണ്ട വരത്തില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷെ അവർക്ക് ആ വിളി അവളെവിടെ വരെ അറിയോ? മരുഭൂമി ചെന്നിട്ട് അവളെ യേശുവിനെ വിളിക്കാൻ തയ്യാറായത്. ഞാൻ പറയാ, ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോകത്തില്ല. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോകത്തില്ല. ആത്മാവും ജഡവും ഒരുമിച്ച് പോകത്തില്ല. ആത്മാവും ജഡവും ഒരുമിച്ച് പോകത്തില്ല. ആത്മാവും ജഡവും ഒരുമിച്ച് പോകത്തില്ല. നിന്റെ വാഗ്ദത്തവും ജഡവും ഒരുമിച്ച് പോകത്തില്ല. അത് ഒരുമിച്ച് പോകാൻ സാധിക്കത്തില്ല. ഒരുമിച്ച് പോകത്തില്ല. ഒരുമിച്ച് പോകാത്തതിനെ ഒരുമിച്ച് കൊണ്ടുപോകരുത്. മൈ റിക്വസ്റ്റാ, ഒരുമിച്ച് പോകാത്തതിന് കൊണ്ടുവരും. ഞാൻ പറയാ, വിടേണ്ടത് വിട്ടാൽ ലഭിക്കേണ്ടത് ലഭിക്കും. വിടേണ്ടത് വിട്ടാൽ. ഇത് താൽക്കാലികം അബ്രഹാമിന്റെ കരുതല്. തുരുത്തിയിലെ വെള്ളത്തിന് ലിറ്റർ എനിക്കറിയില്ല, ചരിത്രം ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടില്ല. എത്രയാണെങ്കിലും ഒരു കാര്യം അറിയാം, അത് തീരുന്ന വെള്ളമാണ്.
ഉറപ്പാണ്. അത് തീരുന്ന വെള്ളമാണ്. അത് ചിലപ്പോൾ ഈ 10 രൂപ ആയിക്കോട്ടെ, 20 രൂപ ആയിക്കോട്ടെ, തീരുന്ന വെള്ളമാണ്. ഈ വെള്ളമായിട്ടാണ് മൂവ് ചെയ്തത്. ഈ വെള്ളമായിട്ട് നടന്നു പോവാ. കുറച്ച് കഴിഞ്ഞപ്പം വെള്ളം തീർന്നു. വെള്ളം തീർന്നപ്പോൾ എൻ്റെ അറിയോ, നേരെ വാഗ്ദത്തം അങ്ങ് ഇറക്കി. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അറിയോ, നമ്മുടെ കരുതലുകൾ മാനുഷിക കരുതലിൽ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ നിന്നോട് ഈ ദൂതി ഞാൻ പറയുന്നത്, നിന്റെ മാനുഷിക കരുതൽ വിട്ടത് നീ ദൈവത്തിന്റെ കരുതലിൽ ദൈവാശ്രയത്തിലേക്ക് നീ കയറിയാൽ, ഞാൻ പറയുക, ഈ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയത് നിന്റെ അനുഗ്രഹം തീർന്നു പോകത്തില്ല, നിന്റെ നന്മകൾ തീർന്നു പോകത്തില്ല. കാര്യം നീ ആശ്രയിക്കുന്നവൻ യേശുവാണ്. വെള്ളം തീർന്നു, വാഗ്ദത്തം വെച്ചു, മാറിപ്പോയി, കരയാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മക്കള് കരയാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ മക്കൾ കരയാൻ നമ്മൾ ആഗ്രഹിക്കത്തേ ഇല്ല. ഞാൻ കരയാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്ന ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇനി എൻ്റെ കണ്ണുനീര് കാണാൻ ലോകം മുഴുവൻ നിന്നാലും ഒരിക്കൽ എനിക്കുണ്ട്. ആമേ. എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലെ വെള്ളം പോലെ സൂക്ഷിക്കും. എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലെ വെള്ളം പോലെ സൂക്ഷിക്കും. ആരുമില്ലെന്നോർത്ത് നീ കരയുന്ന വ്യക്തിയാണോ? ഈ ദൂത് നിനക്കുള്ള ദൂത. ഞാൻ പറയുക, ആരുമില്ല, സാരമില്ല. അവിടെ എല്ലാരെക്കാട്ടും ആശ്രയിച്ചാൽ വിടാത്ത ഒരുത്തരുണ്ട്. അവന്റെ പേരത്ര യേശു. കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ദൂതനായിരുന്നു. ആമേൻ. ഹാഗാറേ, നീ ഭയപ്പെടുന്ന എന്തിനാ? നീ നിലവിളിക്കുന്നത്, നീ കരയുന്ന എന്തിനാ? കൊണ്ടും നിലവിളി ദൈവസന്നിധിയിൽ ഇത്തിട്ടുണ്ട്. അതൊക്കെ വിട്ടോട്ടെ. പക്ഷെ അവിടെ ഒരു വേട് ദൂതൻ പറയുന്നത് സ്ട്രൈക്ക് ചെയ്തത്. ഒരു വേടിനറിയോ? തുരുത്തിയിലെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ദൂതൻ പറയേണ്ടാത്ത ഒരു കാര്യം, മാനുഷിക ബുദ്ധിയില്ല കേട്ടോ, ദൂതൻ പറയേണ്ടാത്ത കാര്യം ഞാൻ ആത്മാവിലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ പറയാണ് നിന്റെ വാഗ്ദത്തം. അതൊന്ന് വായിച്ചു. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്കെന്താ? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുൾ ചെയ്തു. എനിക്കത് മതി. വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ വാഗ്ദത്തം പറയേണ്ട ടൈമല്ല, പ്രാണം പോകുന്ന കാര്യമാണ്. കുടിക്കാൻ വെള്ളം വേണ്ടേ? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നമ്മളും പറയാറില്ലേ, എന്നോടും പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ പ്രസംഗിക്കേണ്ട സമയമല്ല ഇത്, ദൂത് വരേണ്ട സമയമല്ല, കാര്യം നടക്കുന്നത്. ഞാൻ നോക്കി പറയാം, ഏത് ടൈമിലും ഇത് പറഞ്ഞാൽ നടക്കും. ഏത് ടൈമിലും ഇത് പറഞ്ഞാൽ നടക്കും. ഏത് സമയത്തും നിന്റെ ഏത് സിറ്റുവേഷൻ്റെ അകത്തും ഈ പുസ്തകം എന്ത് പറയുന്നു എന്ന് നീ പറഞ്ഞാൽ, ഏത് നിമിഷത്തിൻ്റെ അകത്തും, ഏത് സമയത്തിലും, ഏത് പ്രതികൂലത്തിൻ്റെ അകത്തും ഈ പുസ്തകം എന്താണോ പറയുന്നത് അത് നീ പറഞ്ഞാൽ നിന്റെ തല കുലിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. വാഗ്ദത്തം പറയുക. ദൂതം വന്നിട്ട് കാര്യം അറിയോ? അതിലേക്ക് കയറ്റിവിടുക. വെള്ളമല്ല, അത് വാഗ്ദത്തം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ മറന്നുപോയതാ വാഗ്ദത്തം. നീ എടുത്തോണ്ട് വന്നു വാഗ്ദത്തം, നീ ചുമന്നോണ്ട് വന്നു വാഗ്ദത്തം, നിന്റെ എളിയിലിരിപ്പുണ്ട് വാഗ്ദത്തം, പക്ഷെ നിന്റെ ഹൃദയത്തിലില്ല. ഹലോ, ആരോടൊക്കെ ദൂത് പറയുന്നുണ്ട്? നിന്റെ വെളിയിലുണ്ട് വാഗ്ദത്തം, നിന്റെ നടപ്പിൽ വാഗ്ദത്തം ഉണ്ടായിരുന്നു, പക്ഷേ നിന്റെ ഹൃദയത്തിൽ വാഗ്ദത്തമില്ല. നിന്റെ ആത്മാവിലുള്ള വാഗ്ദത്തം നീ മറന്നു കളഞ്ഞു. ആരോടൊക്കെയോ വാഗ്ദത്തം മറന്നു കളഞ്ഞവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പല പ്രവചന ദൂതർക്ക് പറയുക, നീ മറന്നുപോയ വാഗ്ദത്തം അവൻ മറക്കത്തില്ല. കാര്യം തന്നവനാണെങ്കിൽ അത് നിറവേറ്റാൻ അവൻ ശക്തനാ. വാഗ്ദത്തം ചലിക്കുകയാണ്.
ഞാൻ പറയുക, ആരോടൊക്കെ ദൂതി ഞാൻ പറയുക, സ്വീകരിക്കാൻ കഴിയുന്ന സ്വീകരിച്ചോ. വാഗ്ദത്തം ചലിക്കാൻ പോകുക, വാഗ്ദത്തം ചലിക്കാൻ പോകുക. ഒരു പ്രതികൂലത്തിന്റെ നടുവില നിന്റെ വാഗ്ദത്തം ചലിക്കുന്നത്. അവൻ മരുഭൂമിയുടെ നടുവിൽ അവന്റെ വാഗ്ദത്തം ചലിക്കുന്ന കാര്യം എന്റെ ദൈവം തുറന്നു. സാഹചര്യം നോക്കിയിട്ടല്ല വാഗ്ദത്തം ചലിക്കുന്നത്. സിറ്റുവേഷൻ അനുകൂലമാവുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തെ ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം നടക്കുന്നു വിചാരിക്കും. പക്ഷേ ഏറ്റവും പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം ഏറ്റവും വലിയ അത്ഭുതം ചെയ്യും. എല്ലാ പ്രതീക്ഷയും കൈവിടുമ്പോൾ, എല്ലാ ആശ്രയം കൈവിടുമ്പോൾ ഞാൻ പറയാ, ദൈവാശ്രയത്തിലേക്ക് നീ കയറാൻ തയ്യാറ്. എല്ലാ ആശ്രയത്തിൽ നിന്ന് മാറി, എല്ലാ വ്യക്തികളും മാറി, എല്ലാ മാനുഷിക കരങ്ങളും നിനക്ക് എതിരായി തോന്നുന്ന സമയത്ത് എന്റെ ദൈവത്തിന്റെ കരം അപ്പോൾ പൊങ്ങി വരും. ഇന്ന് ഞാൻ വിളിച്ചു പറയുക, നീ സ്വീകരിച്ചു. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം എഴുന്നേൽക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം എഴുന്നേൽക്കുന്നുണ്ട്. ലാസ്റ്റ് ദൂത ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ലാസ്റ്റ് ദൂത വാഗ്ദത്തം പറഞ്ഞപ്പം അതൊന്നൊന്ന് വായിച്ച്, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണ് തുറന്നു. ഹലോ, ഞാൻ പറയാ, നിന്റെ പ്രോമിസിന്റെ അകത്ത് നിന്റെ കണ്ണ് തുറക്കുന്നത്. മനസ്സിലായോ? വാഗ്ദത്തം നിന്റെ പ്രശ്നം പറഞ്ഞപ്പോ അല്ല കണ്ണ് തുറന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ വിഷയം പറഞ്ഞപ്പോ അല്ല നിന്റെ ആത്മക്കണ്ണ് തുറന്നത്. നീ വിഷയമായിട്ടിരിക്കുമ്പോഴും, നീ പ്രശ്നമായിട്ടിരിക്കുമ്പോഴും, നീ ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തം നീ മുറുകെ പിടിച്ചു. അത് നീ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുക, നിനക്ക് വേണ്ടി ഉറവകൾ എഴുന്നേറ്റ് വരും. നിനക്ക് വേണ്ടി ഉറവകൾ തുറന്നു വരും. ഞാൻ പറയാ, അടയപ്പെട്ട ഉറവയെ നോക്കി നീ നിന്റെ പ്രോമിസ് പറ. അടയപ്പെട്ട ഉറവയെ നോക്കി നീ നിന്റെ വാഗ്ദത്തം പറ. ഞാൻ പറയുക, തുറക്കപ്പെട്ട ഉറവകൾ ഇന്ന് പകൽ ഇതിനകത്ത് തുറന്നു പറയുക. കണ്ടോ, വാഗ്ദത്തം പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു. പ്രശ്നം പറഞ്ഞപ്പോൾ അല്ല കണ്ണു തുറന്നത്. മനസ്സിലായോ? ഇനി അധികമായിട്ട് ഓർത്തോണം, ഈ മെസ്സേജ്, ഈ ദൂതൽ നിങ്ങളെ അകത്ത് കയറിയിട്ട് പോകുള്ളൂ. പ്രശ്നം പറയുന്നത് കുറയ്ക്കുക, പ്രശ്ന പരിഹാരകനെ പറയുക. പ്രശ്നം പറയുന്നത് കുറയ്ക്കുക, അതിൻ്റെ പരിഹാരകനുണ്ട്, അവനെ ഞാൻ പറയത്തുള്ളൂ. പിശാചി പറയും, ബുദ്ധിമുട്ടാ, ഞെരുക്കമാ, രോഗമാ, പ്രയാസമാ, നീ നിന്റെ അതിർത്തി പറയണം, യേശുവുണ്ട്, യേശുവുണ്ട്, ജീവിക്കുന്ന യേശുവുണ്ട്. അവൻ ജീവിക്കുന്നു, അവൻ വസിക്കുന്നു, അവൻ എൻ്റെ അകത്ത് വസിക്കുന്നു. ഇന്ന് ഞാൻ പറയുക, ഹാഗാറിനെ തുറന്നത് മരുഭൂമിയിൽ ഉറവ തന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി എൻ്റെ യേശു തന്ന ഉറവ മരുഭൂമി അല്ല, അത് നിന്റെ അകത്ത, അത് നിന്റെ ആത്മാവില, അത് നിന്റെ അകത്ത. ആ ഉറവയില് നിന്റെ അകത്തായിരിക്കുന്നത്, ആ ഉറവ നിന്റെ ആത്മാവിലായിരിക്കുന്നത്, ആ ഉറവ നിന്റെ അകത്തായിരിക്കുന്നത്. ഇത് വിളിച്ചു പറ, നിനക്ക് വേണ്ടി മരിച്ചവൻ, നിനക്ക് വേണ്ടി ശരീരം തകർക്കപ്പെട്ടവൻ ഇന്ന് എന്റെ അകത്ത് വസിക്കുന്നു. അവൻ ജീവിക്കുക, അവൻ എൻ്റെ അകത്ത് ജീവിക്കുക, അവൻ കൊതിക്കുക. നീ നടക്കുമ്പോൾ അവൻ നടക്കാൻ, നീ പറയുമ്പോൾ അവന് സംസാരിക്കണം, നീ വാതുറക്കുമ്പോൾ അവന് സംസാരിക്കണം, നീ കരം വെക്കുമ്പോൾ അവന് കരം വെക്കണം. യെസ്, നീ മൂവ് ചെയ്യുമ്പോൾ അവന് മൂവ് ചെയ്യും. അവൻ നിന്നിലൂടെ പ്രവർത്തിക്കാൻ കൊതിക്കുക. നമ്മളാരും അറിയുന്നില്ല. അവന്റെ ആഗ്രഹം എന്താ അറിയോ? നമ്മളിലൂടെ പ്രവർത്തിക്കാനാ. അവൻ തനിച്ചല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്, അവൻ തനിച്ചല്ല. ഞാൻ പറയാം, അവൻ തനിച്ചല്ല പ്രവർത്തിക്കുന്നത്, നമ്മളിലൂടെ അവൻ പ്രവർത്തിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടുപേര് രക്ഷിക്കപ്പെട്ടവനെ. ഇത് നമ്മുടെ അകത്ത് വരണം. നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. കാര്യം അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നത്, യെസ്, നമ്മളിലൂടെ അവന് പ്രവർത്തിക്കാൻ വേണ്ടിയാ. നമ്മൾ അവനെ അനുവദിക്കണം.
അനുവദിക്കണം. ഹാഗാറിന് വെളിപ്പെട്ട ഉറവ മരുഭൂമിയില, പുറത്ത് വെളിപ്പെട്ടു. ദൂത് പറയാം, നിനക്ക് വെളിപ്പെട്ട ഉറവ പുറത്തല്ല, നിന്റെ ആത്മാവില. നിനക്ക് വെളിപ്പെട്ട ഉറവ നിന്റെ അകത്താ. നീ അകമേ കോൺസെൻട്രേഷൻ, നീ അകത്തെ മനുഷ്യനെ ഫോക്കസ് ചെയ്യും. നീ അകമേ നോക്കുമ്പോൾ നിനക്ക് വേണ്ടി ഉറവകൾ, യെസ്, നിന്റെ സമൃദ്ധിയുടെ ഉറവ അത് നിന്റെ അകത്തിരിക്കുക. നിന്റെ സമൃദ്ധിയുടെ ഉറവ നിന്റെ അകത്തിരിക്കുക. നിന്റെ ജോലി മേഖലയുടെ വിടുതലുണ്ടല്ലോ, അത് നിന്റെ അകത്തിരിക്കുക. നിന്റെ ക്രൈസിസിന്റെ പരിഹാരമുണ്ടല്ലോ, അത് നിന്റെ അകത്തിരിക്കുക. അകത്തിരിക്കുന്നവനെ അറിയാതെ നമ്മൾ പുറത്തോട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഇന്നർ മാനെ ഫോക്കസ് ചെയ്യണം, അകമേ ഉള്ളവനെ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് പൗലോസ് പറയുന്നില്ലേ, എൻ്റെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. പോൾ ഫോക്കസ് ചെയ്ത് പുറമേ അല്ല, പുറമേ ഫോക്കസ് ചെയ്താൽ കാരാഗ്രഹത്തിനകത്ത് സ്തുതിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ പറയുക, പോൾ ഫോക്കസ് ചെയ്ത് അകമേ ആയതുകൊണ്ട് അവൻ ആത്മാവിൽ സ്തുതിച്ചു. എത്ര പേര് മനസ്സിലാവുന്നുണ്ട്? പുറത്തുള്ള വിഷയങ്ങളല്ല പ്രശ്നം, നിന്റെ അകം റെഡിയായാൽ വിടുതല. മനസ്സിലായോ? നിന്റെ അകം റെഡിയായാൽ പുറത്ത് പരിഹാരമല്ല. പുറത്ത് പരിഹാരിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒന്നും ശാശ്വതമാകത്തില്ല. കുറച്ച് സമയം നമുക്കൊന്ന് ഇത് തോന്നിയേക്കാം, ശാശ്വതമല്ല. പക്ഷെ അകത്ത് നീ ഒന്ന് പണിത് കഴിഞ്ഞാൽ, നിന്റെ അകമേ ഉള്ളവൻ പണിതിറങ്ങിയ, ഞാൻ പറയാം, അകമേ ഉള്ളവൻ നീ ഫോക്കസ് ചെയ്താൽ, അകമേ ഉള്ളവൻ ആഹാരം കൊടുത്താൽ, അകമേ ഉള്ളവനെ വെളിപ്പെടാൻ നീ ശ്രമിച്ചാൽ, ഞാൻ പറയാ, നിന്റെ പുറത്തെ വിഷയത്തിന്റെ മറുപടി നിന്റെ അകത്തുള്ളവനുണ്ട്. നിന്റെ പുറത്തെ വിഷയത്തിന്റെ മറുപടി നിന്റെ അകത്തെ ഉള്ളവന്റെ കയ്യിലായിരിക്കുന്നത്. നീ അകമേ ഫോക്കസ് ചെയ്യേ. അകക്കണ്ണ് തുറന്നു, പുറക്കണ്ണല്ല തുറന്ന്. എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഹാഗാർ വന്നത് കണ്ണു അടച്ചല്ല, മരുഭൂമിയിലേക്ക് നടന്നു വന്നത്. മനസ്സിലായോ? കണ്ണു തുറന്ന് വന്നേ. അപ്പൊ ഈ കണ്ണ് തുറന്നു, ഇത് ഇന്നർമാൻ്റെ അകമയുള്ള കണ്ണ്. അകമയുള്ള കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നിന്റെ അനുഗ്രഹം നിനക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അകമയുള്ള കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നിന്റെ വാഗ്ദത്തം നിനക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അകമയുള്ള കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ മഹത്വം നിനക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അകമേ ഫോക്കസ് ചെയ്യാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ, ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവാം.